അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് 1.5 വർഷം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു. ഞാൻ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു 80 വയസ്സ് കഴിഞ്ഞ ഒരമ്മ, അവർക്ക് ഭർത്താവില്ല, ആകെയുള്ള മകൻ മരിച്ചു. അങ്ങനെ ആ അമ്മ ഒരു ചെറിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ കിടപ്പിൽ ആയ ഒരു യുവാവ് കിടപ്പിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വീണ് കിടപ്പിലായി, വർഷങ്ങളായി. അപ്പൊ അവരെയും ഒന്ന് ചെറുതായിട്ടെങ്കിലും ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയുള്ളൊരു പോസ്റ്റായിരുന്നു ഞാൻ ഇട്ടതായിരുന്നു. ആ ഡയലോഗ് വിഷ്ണു എന്നാണ് പേര്. ഗൾഫിൽ നിന്ന് പിന്നെ ഞാൻ മൈക്ക് വാങ്ങിത്തരാം, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്യാമറ ഒക്കെ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റിച്ചാലുണ്ട്. ആ പറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഗൾഫിൽ നിന്ന് ഓരോ ഷോപ്പിൽ പോയിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഇത് വേണോ, അത് വേണോ, ഇത് മതിയോ, അങ്ങനെ മതിയോ, ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് 50,000 1 ലക്ഷം ഒന്നല്ല, എന്തായാലും ഒരു മോശമില്ലാത്ത എമൗണ്ട് ഞാൻ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 1.5 വർഷമായി ഇതുവരെ ക്യാഷ് അയച്ചിട്ടില്ല. അതുപോലെ തന്നെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിൽ വരുന്നതും പറഞ്ഞിട്ടില്ല. അതുവരെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് സംസാരിക്കും, നാട്ടിൽ വരുന്നതും പറഞ്ഞിട്ടില്ല. പിന്നെ വന്നപ്പോ വിളിച്ചിട്ടുമില്ല, തിരിച്ചു പോയതും അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയൊക്കെ ഉണ്ട്. ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ്. ഈ സാധനം കണ്ടോ? ഈ സാധനം എൻ്റെ സബ്സ്ക്രൈബറും അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിയുമായ ഒരാള് ഗൾഫിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. ഇതിന് വലിയ വിലയാണ്. കാരണം ഞാൻ ചോദിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നോട് ജസ്റ്റ് നമ്പർ മാത്രം വാങ്ങി കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ചാറ്റ് ചെയ്ത് അതിനുശേഷം എനിക്ക് ഒരു OTP നമ്പർ മാത്രം അയച്ചു തന്നു. അങ്ങനെ ഈ ഒരു സാധനം വീട്ടിലെത്തുമ്പോഴേക്ക് ഞാൻ ശരിക്കും ഞെട്ടിയോ സ്തംഭിച്ചോ എന്താണെന്ന് എനിക്കറിയില്ല, ഷോക്കായോ എന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കണ്ടില്ലേ, നമുക്കെന്നാൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത് പൊട്ടിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ നിൽക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ കണ്ടല്ലോ, ഒരു സന്തോഷ ദിവസമാണ് ഇന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ സന്തോഷത്തിന്റെ കാര്യം ഞാൻ എന്തായാലും കാണിച്ചു തരാം. അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് 1.5 വർഷം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു. ഞാൻ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു പോസ്റ്റ് ഇട്ടത്. ഒരു 80 വയസ്സ് കഴിഞ്ഞ ഒരമ്മ, അവർക്ക് ഭർത്താവില്ല, ആകെയുള്ള മകൻ മരിച്ചു. അങ്ങനെ ആ അമ്മ ഒരു ചെറിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ കിടപ്പിൽ ആയ ഒരു യുവാവ് കിടപ്പിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വീണ് കിടപ്പിലായി, വർഷങ്ങളായി. അപ്പൊ അവരെയും ഒന്ന് ചെറുതായിട്ടെങ്കിലും ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയുള്ളൊരു പോസ്റ്റായിരുന്നു ഞാനിട്ടത്. ആ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല വീഡിയോ ചെയ്യാൻ നല്ലൊരു മൊബൈൽ ഇല്ല, അതുപോലെ തന്നെ നല്ലൊരു മൈക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇട്ടത്. പോസ്റ്റിന് കുറേ ആൾക്കാർ കമന്റും ഇട്ടു, അതുപോലെ തന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറ്റിച്ചു, സൗണ്ട് മാറ്റിയിട്ടൊക്കെ വിളിച്ച് പറ്റിച്ചു. അതുപോലെ തന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മൈക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞ് പറ്റിച്ച കുറേ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഗൾഫിൽ നിന്ന് പിന്നെ ഞാൻ മൈക്ക് വാങ്ങിത്തരാം, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്യാമറയൊക്കെ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റിച്ച ആളുണ്ട്. ആ പറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഗൾഫിൽ നിന്ന് ഓരോ ഷോപ്പിൽ പോയിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഇത് വേണോ, അത് വേണോ, ഇത് മതിയോ, അങ്ങനെ മതിയോ, ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നോട് പറയാറ്. അങ്ങനെ പറ്റിച്ച ഒരു വ്യക്തിയുണ്ട്, ഭയങ്കരമായിട്ട് പറ്റിച്ച്. അതുപോലെ തന്നെ അവരെ എനിക്ക് ചെലവിനുള്ള പൈസ ഗൂഗിൾ പേ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്യാഷ് ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടുന്ന സാധനം ഇതാ. അപ്പൊ പറയുന്ന 50,000 1 ലക്ഷം ഒന്നല്ല, എന്തായാലും ഒരു മോശമില്ലാത്ത എമൗണ്ട് ഞാൻ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 1.5 വർഷമായി ഇതുവരെയും ക്യാഷും അയച്ചിട്ടില്ല. അതുപോലെ തന്നെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിൽ വരുന്നതും പറഞ്ഞിട്ടില്ല. അതുവരെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് സംസാരിക്കും, നാട്ടിൽ വരുന്നതും പറഞ്ഞിട്ടില്ല. പിന്നെ വന്നപ്പോ വിളിച്ചിട്ടുമില്ല, തിരിച്ചു പോയതും അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചതിക്കാൻ പാടില്ല ആരും. അപ്പോ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം മൈക്ക് ഉണ്ടായിട്ടില്ല. ആദ്യം എനിക്ക് ഒരു മൈക്ക് വാങ്ങി തന്നത് എൻ്റെ ചേട്ടൻ്റെ മകനാണ്. അപ്പൊ അത് കേബിൾ മൈക്കാണ്, ഒരുപാട് ലെങ്ത് ഉള്ള. അത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വലിച്ച് നടക്കുമ്പോൾ തടയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഷെയ്ക്കൊക്കെ ആവും. അതേപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉള്ളൊരു മൈക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിൽ മറ്റൊരു യൂട്യൂബറായ നിജിൽ എൻ്റെ ഫ്രണ്ടാണ്. ആ ക്ഷേത്രത്തിൽ നിന്നാണ് പരിചയപ്പെട്ടതും അതിനുശേഷം നല്ലൊരു ഫ്രണ്ട് ആയതുമാണ്. അവന് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ആ ഒരു മൈക്കാണ് ഈ മൈക്ക്.
ഈ മൈക്ക് വെച്ചപ്പോൾ എന്തോ എൻ്റെ വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ഇല്ല, സംസാരം ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലത്തെ ആയിട്ട് അങ്ങനെ കമന്റ് ഒക്കെ വരാറുണ്ട്, വീഡിയോന് താഴെ കമന്റ് വരാറുണ്ട്, ചിലപ്പുണ്ട് മൈക്ക് ക്ലിയർ ഇല്ല, ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ പറഞ്ഞു വരുന്ന ഇതാണ്, ഇപ്പൊ അടുത്ത് ഒരു വ്യക്തി, പേര് പറയരുത് എന്ന് പറഞ്ഞു, ആ വ്യക്തി ജോലി ചെയ്യുന്ന കൺട്രിയും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു മനസ്സിന്റെ ഉടമയായ ആ വ്യക്തിക്ക് എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാവട്ടെ, അതുപോലെ തന്നെ നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ആ വ്യക്തി എന്നോട് കുറച്ച് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോ കാണാറുണ്ട്. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ വാട്സപ്പിൽ ഒരു OTP നമ്പർ മാത്രം വന്നു. എന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് ആണ് എനിക്ക് ഈ സാധനം കിട്ടിയത്, അതായത് ഇന്നലെയാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. അപ്പൊ സാധനം തുറക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാനും വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ എത്തിയ ഒരു വ്യക്തിയാണ്. ആദ്യം തന്നെ പോയിട്ട് 2 വർഷം നിന്നു. 2 വർഷം നിന്നപ്പോ തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വെറും 800 രൂപ ഉണ്ടായത്. അപ്പോൾ ബോംബെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ബസ്സിനും കഴിച്ചിട്ട് വളരെ ചെറിയ പൈസയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായത്. അങ്ങനെ നാട്ടിലെത്തിയിട്ട് നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് എന്നോട് 200 രൂപക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെ ഞാൻ വന്നത്. 2 വർഷം വളരെ കഷ്ടപ്പെട്ടും ജോലി ഇല്ലാതെയൊക്കെയാണ് ഞാൻ അവിടെ നിന്നത്. കഫാലത്ത് വിസ, ഫ്രീ വിസയാണ്, എല്ലാവർക്കും അറിയാം. സൗദിയിൽ ഫ്രീ വിസ എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് അവർ ജീവിക്കുന്നതാണ്, സ്പോൺസർ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ എന്നോട് പൈസക്ക് ചോദിച്ചാൽ എന്നെ ശപിച്ചിട്ട് പോയി. അപ്പോ ആദ്യം തന്നെ പോയപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് നാള് കണ്ണൂർക്കാരനായ ഒരു ശ്രീധരന്റെ കടയിൽ ജോലി ചെയ്ത് അങ്ങനെ പോയ കടമൊക്കെ വീട്ടി. അതിനുശേഷം 2 വർഷത്തെപ്പോ അവിടുത്തെ സ്പോൺസർ സ്കൂൾ മാഷോ അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിസ അനുവദനീയമല്ലാത്തത് കൊണ്ട് എന്നോട് കയറി പോകാൻ പറഞ്ഞു. ഞാൻ പോയ സമയത്ത് ഞാൻ ഇതുവരെ ആരും അറിയാത്തൊരു കാര്യമാണ്, ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് അതേ വർഷം തന്നെ 3 പ്രാവശ്യം ഷോക്ക് അടിച്ചിട്ട് തെറിച്ച് വീണ് അങ്ങനെ അവസ്ഥയുണ്ടായിരുന്നു. 3 പ്രാവശ്യം അവിടുന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, 1 പ്രാവശ്യം സൂയിസൈഡിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോൾ 2 വർഷം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവിടുന്ന് തിരിച്ചു വന്നത്. അതേപോലെ അതിനുശേഷം ഞാൻ പിന്നെ ഒരു 3 വർഷം നാട്ടിൽ നിൽക്കേണ്ടി വന്നു. അന്ന് പിന്നെ വളരെ ചെറുപ്പമാണല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. 3 വർഷം നിന്നതിന് ശേഷം വീണ്ടും എനിക്ക് വിസ കിട്ടി. ആദ്യം പോയത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. പിന്നെ പോയതും ആ ഫ്രണ്ടും ഞാനും കൂടിയിട്ടാണ് ഇവിടുന്ന് കയറിപ്പോയത്. അതിനുശേഷം ഞാൻ കുറെ വർഷം അവിടെ കുറേയല്ല 2 വർഷം വീണ്ടും ജോലി ചെയ്തു. അങ്ങനെ കാസർഗോഡുള്ള ആൾക്കാരെ പരിചയപ്പെട്ടു. ഒരു 3 ബ്രദേഴ്സ് ഉണ്ട്. ആളെ പേര് ഒന്ന് അബ്ദുൽ കലാം, ഒന്ന് മുഹമ്മദ്, ഒന്ന് റസാഖ്, ഒന്ന് അഷ്റഫ്. അങ്ങനെ 4 ബ്രദേഴ്സ്. അപ്പൊ അവരെ കൂടെ എന്നെ ചേർത്ത് പിടിച്ച്, ഷോർട്ടായിട്ട് പറയുന്നതാണ്, അവരെ കൂടെ എന്നെ ചേർത്ത് പിടിച്ചതിന് ശേഷമാണ് എനിക്ക് ജോലിയും ചെറിയൊരു വരുമാനം. ആദ്യം പോയപ്പോ 1100 റിയാലാണ് 10,000 രൂപ നാട്ടിൽ കിട്ടണ്ടെങ്കിൽ. അപ്പൊ എനിക്കുള്ള ശമ്പളം എന്ന് പറഞ്ഞാല് 300 പിന്നെ സ്പോൺസർക്കും കൊടുത്ത് ബാക്കി 500 രൂപയാണ്, 500 റിയാലാണ്. അപ്പൊ അതിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 4,000 രൂപയാണ്. അങ്ങനെയാണ് ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞത്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം 800 റിയാലാണ് കിട്ടിത്തുടങ്ങിയത്. അതായത് ചെലവെല്ലാം കഴിച്ചിട്ട് 10,000 രൂപയാണ് എല്ലാ മാസവും കിട്ടിയത്. അങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ മോശമല്ലാത്ത ആ ഒരു അവസ്ഥ വന്നത്. അങ്ങനെ കുറച്ച് വർഷം അവിടെ ജോലി ചെയ്തു. വീണ്ടും ഞാൻ തിരിച്ച് വന്നു. വീണ്ടും കുറെ വർഷം ഇവിടെ നിൽക്കേണ്ടി വന്നു. ടോട്ടൽ 5 പ്രാവശ്യം എന്നല്ല, 5 സ്പോൺസറെ കീഴിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെലവൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഓരോ പ്രാവശ്യവും പോകുമ്പോൾ 1,00,000 രൂപ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കടവും ഒക്കെ ആയിട്ടാണ് ഞാൻ പോയതും വന്നതും. അപ്പൊ എല്ലാ സമയത്തും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ പറഞ്ഞ ഈ ആൾക്കാരുടെ കയ്യിലെത്തിയപ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ച്, അവർ 4 പേരും ചേർത്ത് പിടിച്ച്, അതുപോലെ അവരുടെ കുടുംബങ്ങളും ചേർത്ത് പിടിച്ച്, അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിലും നല്ല അത്യാവശ്യം ഇതൊക്കെ വന്നത്. അതിനുശേഷം വീണ്ടും കുറച്ച് വർഷം നാട്ടിൽ നിൽക്കേണ്ടി വന്നു. വീണ്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പോയി. അങ്ങനെ 5 പ്രാവശ്യം, ഞാൻ പറഞ്ഞല്ലോ 5 പ്രാവശ്യം പോയി. 4ാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് അത്യാവശ്യം കയ്യിലൊക്കെ കുറച്ച് പൈസ വന്ന്. അന്നും ഈ കാസർഗോഡ് ബ്രദേഴ്സിന്റെ കൂടെ തന്നെ എത്തിപ്പെട്ടത്. അവിടെ നിന്ന് എനിക്ക് അവർ 2,000 രൂപ ശമ്പളം തന്നു. 2,000 രൂപ എന്ന് പറയുമ്പോൾ ആ സമയത്ത് 700 മറ്റാണ് 10,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് 700 റിയാലാണെന്ന് തോന്നുന്നു. പിന്നെ വലിയൊരു മനസ്സിന്റെ ഉടമകളായതുകൊണ്ട് അവരെനിക്ക്
ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഒരു ബിസിനസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി. എന്തെന്ന് വെച്ചാൽ മൊബൈൽ കാർഡുകൾ വിൽക്കുക. മൊബൈൽ കാർഡ് വിറ്റിട്ട് അതിന്റെ ലാഭം എന്നോട് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് നല്ല വരുമാനം. അപ്പോൾ ചിലപ്പോൾ ചില മാസം 2000-ത്തിലധികം റിയാല് എൻ്റെ കയ്യിൽ വരാറുണ്ട് കാർഡ് വക. അതുപോലെ ശമ്പളം 2000. അപ്പൊ നല്ലൊരു എമൗണ്ട് വീട്ടിലേക്ക് അയക്കാനും പിന്നെ ചെറിയൊരു വീട്, ചെറിയ വീടല്ല അത്യാവശ്യം മോശമില്ലാത്ത വീടെടുത്ത് പണിയൊന്നും തീർന്നിട്ടില്ല. അങ്ങനെ ഞാൻ 2012 നാട്ടിൽ വന്നു. ഇതിലൊക്കെ ഒരുപാട് പറയാനുണ്ട് കേട്ടോ, അതേതായാലും പറയുന്നില്ല. 2012 എൻ്റെ ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് ഞാൻ വന്നു. അപ്പൊ അന്ന് വരുമ്പോഴും 2 വർഷത്തെ വിസ അടിച്ചു. 2 വർഷത്തെ വിസ അടിച്ചു എൻ്റെ കാശ് കൊണ്ട് തന്നെ. അതേപോലെ തന്നെ 1 വർഷത്തെ കഫാലത്ത് ഫ്രീ വിസക്ക് അവർക്ക് കൊടുക്കുന്ന 300 റിയാൽ വെച്ചിട്ട് 3600 റിയാലും ഞാൻ അവർക്ക് കൊടുത്തു. അങ്ങനെ വിസ അടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന്, ലീവ് അടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന്. 6 മാസം ലീവായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ട്, ഏട്ടന്റെ മകളുടെ കല്യാണം ഗംഭീരമായിട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ 4 മാസം എത്തുമ്പോൾ ഞാൻ ടിക്കറ്റ് പോകാൻ വേണ്ടി, തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ട്രാവൽസ് എന്നോട് പറഞ്ഞു, ഇത് മൊത്തം ബ്ലാങ്ക് ആണ്, നിങ്ങളുടെ വിസ ഇല്ല, ഇതിൽ കാണുന്നില്ല, ഒന്ന് നിങ്ങൾ സ്പോൺസറെ വിളിച്ച് ചോദിച്ചു നോക്കൂ. അപ്പോൾ ഷോക്കായി. ഞാൻ എന്നിട്ട് സ്പോൺസറെ വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു കല്ലി ഇൻ ദ ഇന്ത്യ എന്ന് പറഞ്ഞു. അതായത് നീ ഇന്ത്യയിൽ തന്നെ നിന്നാ മതി. അപ്പൊ ഇവന് ജോലി കിട്ടിയിട്ട് പിന്നെ അവിടുത്തെ നിയമങ്ങളിലെ, അപ്പൊ ഇവനൊരു ജോലിയുണ്ട്, പോലീസോ മറ്റാണ്. അപ്പൊ ആ പോലീസുകാർക്ക് ആൾക്കാരെ വെക്കാനുള്ള നിയമമില്ല. ജോലിയുള്ളവർക്ക്, ഗവൺമെന്റ് ജോലിയുള്ളവർക്ക് നിയമമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്യാൻസലാക്കിയാണ് എന്ന് പറഞ്ഞു. അവർക്ക് പറയാൻ പ്രശ്നമൊന്നുമില്ലല്ലോ, നിസ്സാരമല്ലേ. അപ്പൊ ഞാൻ അതിനുശേഷം 2012 മുതൽ 2025 വരെ ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ദരിദ്രനല്ല എങ്കിൽ പണക്കാരനുമല്ല. അപ്പൊ എനിക്ക് ജീവിക്കാനുള്ള വരുമാനമില്ല. അങ്ങനെ ഞാൻ 2012 മുതൽ നാട്ടിലുണ്ടായിട്ട് പിന്നെ 2015 വീണ്ടും എനിക്ക് ഒരു വിസ എൻ്റെ ഒരു ബന്ധു എടുത്തു തന്നു. അപ്പോൾ റിയാദിലേക്കാണ്. അവിടെ പോയപ്പോൾ ആലപ്പുഴക്കാരൻ്റെയാണ് പെട്രോൾ പമ്പ്. അപ്പൊ ആ പമ്പിൽ ജോലി ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത്. അതിൽ 24 മണിക്കൂറും പമ്പിൽ ചെലവിടണം. 19 മണിക്കൂർ ജോലി എടുത്തിട്ട് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കലും തുണി കഴുകലും അങ്ങനെയൊക്കെ ഒരു നരകയാതന വീട്ടുകാരി ജീവിതമായിരുന്നു. 2015 ഒരു 4-5 മാസം. കക്കൂസിൽ പോകാൻ ബാത്റൂം ഇല്ല. അതുപോലെ തന്നെ പിന്നെ കുളിക്കാൻ പറ്റില്ല. കുളിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുളിക്കുന്നതും ഒരു പെട്രോൾ പമ്പിന്റെ ഒരു കക്കൂസ് ഉണ്ട് അവിടെ. പാകിസ്ഥാനികളും യമനികളും എല്ലാവരും വന്നിട്ട് മൂത്ര വെച്ചിട്ടും മറ്റ് കക്കൂസിൽ പോയിട്ടും അവിടെ നിറച്ച് വെച്ചത് കണ്ട അറപ്പ് വരും. അതുപോലെ തന്നെ ചുമരും മൊത്തം. ഇങ്ങനെയൊരു ജീവിതം എന്ന് പറഞ്ഞാൽ 4 മാസം വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അവിടെ ജീവിച്ചത്. എങ്ങനെയും നാട്ടിലെത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് ക്യാൻസൽ ആക്കിയിട്ടില്ല, ലീവിലടിച്ച് തന്നു. അതുപോലെ തന്നെ അവിടെ ഉറങ്ങാനാണെങ്കിൽ ഞാൻ കാർട്ടൂൺ കട്ട് ചെയ്തിട്ട് ആണ് അതിന്റെ മുകളിലാണ് ഞാൻ കിടന്നത്. അതെല്ലാം ഫോട്ടോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫോണ് പോയപ്പോ അതെല്ലാം പോയി. അപ്പൊ ഈ 4 മാസം വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഉണ്ടായത്. പിന്നെ ഇത്രയും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഈ കാര്യങ്ങളെല്ലാം അത്യാവശ്യം പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് എന്താണ് കിടക്കുന്ന സ്ഥലം ഇങ്ങനത്തത്. അതുപോലെ തന്നെ ഈ രാത്രി 12:30-1 മണിക്കാണ് പോയിട്ട് കിടക്കുക. അപ്പൊ ഇതിന്റെ ഓണർ വന്നിട്ട് കണക്ക് നോക്കാൻ വരുന്നത് എത്ര മണിക്കാന്ന് പറഞ്ഞാൽ 2:30-ക്ക്. ഈ എല്ലാവർക്കും അറിയാം, ഗൾഫുകാർക്കെല്ലാം പെട്ടെന്ന് അങ്ങനെ ഉറക്കം വരില്ല, ടെൻഷനും കാര്യമില്ലായിട്ട് ഉറക്കം വരാത്ത അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയുന്നില്ലേ. അപ്പൊ ഈ ഓണർ കണക്ക് നോക്കാൻ വരുന്നത് രാത്രി 2:30-3 മണിക്ക്. അപ്പോ എപ്പോഴും സംശയമായിരിക്കും. എന്നെയല്ല, അവരുടെ നാട്ടുകാരനെ ആ പമ്പിലുണ്ട്. അപ്പൊ അവരെപ്പോഴും സംശയമായിരിക്കും. അവര് ഇവിടെ പമ്പെങ്കിൽ അപ്പുറത്തെ റോഡിന്റെ 4 വരി പാതയും കഴിഞ്ഞിട്ട് അപ്പുറം വണ്ടി വെച്ചിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കാം. ഒരിക്കലും വിശ്വാസമില്ല, കാരണം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്തരാണ്. അതുകൊണ്ട് ആ കള്ളത്തരം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് എപ്പോഴും അവന് സംശയമാണ്. എന്നെ സംശയിച്ചാലും പറഞ്ഞാലും അതിന്റെ കാര്യമില്ല. കാരണം അവിടെ ആ പമ്പിൽ വെറും 300 റിയാലിന്റെ ഒരു വരുമാനം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എനിക്ക് ഭാഷ കുറച്ച് അത്യാവശ്യം അറിയുന്നത് കൊണ്ട് കുറെ ഹിന്ദിയും അതുപോലെ തമിഴ് പിന്നെ കന്നഡ അത്യാവശ്യം സംസാരിക്കും. അതേപോലെ അറബി നന്നായിട്ട് സംസാരിക്കും. പിന്നെ ഫിലിപ്പിനി നന്നായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഫിലിപ്പിനി കസ്റ്റമർ എന്നെ നോക്കിയിട്ട് വരാറുണ്ട്. അങ്ങനെ
എന്നെ സംശയിക്കേണ്ട കാര്യമില്ല. ആ 300 റിയാലിന്റെ കച്ചവടത്തിൽ നിന്ന് 3700 4000 റിയാലും ഒക്കെ ആക്കി അങ്ങനെ എന്നെ ഒരു ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ മര്യാദയ്ക്ക് ഉറങ്ങാൻ വിടില്ല, ഭക്ഷണം കഴിക്കാനും വിടില്ല. ഞാൻ അങ്ങനെ നാട്ടിലേക്ക് വന്നു. ഇതിന്റെ മുന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. പെട്രോൾ പമ്പിൽ നിന്നാൽ ഈ അറബി പിള്ളേരെ കാര്യങ്ങൾ എല്ലാം അറിയാലോ. അവിടെ വന്നിട്ട് മെഷീൻ ഗൺ എടുത്തിട്ട് എന്റെ നേർക്കും എന്റെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന അവന്റെ പേര് ഞാൻ മറന്നുപോയി. അവനും ഞങ്ങളെല്ലാം വിറച്ച് ഷോക്കായ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ ജോലി കഴിഞ്ഞിട്ട് പമ്പിൽ നിൽക്കുമ്പോഴല്ല, അതിന് മുന്നേ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകേണ്ട അവസ്ഥ. ഒരു 3 കിലോമീറ്റർ വരെ ഗൾഫിൽ നടന്നു പോകാന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ നടന്നു പോകുമ്പോൾ രാത്രി 11 മണി കഴിയുമ്പോൾ പിന്നെ കാറിൽ വന്നിട്ട് ഒരു അടി എന്ന് പറഞ്ഞാൽ എൻ്റെ പുറം എന്താ പറയണ്ടത്, പൊളന്നു പോകുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു അടി കിട്ടി. അങ്ങനെയെല്ലാം ചെയ്യുന്നേ. അതേപോലെ ഒരു മംഗളം എന്ന് പറഞ്ഞൊരു പത്തനംതിട്ടക്കാരൻ്റെ നെറ്റിയിൽ മുട്ടിയെറിഞ്ഞ് അങ്ങനത്തെ ഒരു കുറെ അവസരമുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടം വരെ എത്തിയത്. എന്തായാലും 2012 വന്നിട്ട് 15 വീണ്ടും പോയി, 15 പോയിട്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ട് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് അവർ പറഞ്ഞു വീട്ടിലേക്ക് എന്തായാലും വന്നോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ആ വന്നതിന് ശേഷം എന്താന്ന് വെച്ചാൽ എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്കെല്ലാം എന്നോട് വെറുപ്പായി. പിന്നെ ഒരു ജോലി വരുമാനം ഒന്നും ഇല്ലാത്ത അവസ്ഥയായി. പിന്നെ ഇപ്പോഴെ പോലെയല്ല. എന്നെ കണ്ടാൽ അന്ന് ഞാൻ 100 കിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നല്ല അത്യാവശ്യം മോശമില്ലാതെ മുണ്ടും ഇതൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും കോടീശ്വരനാന്ന്, തമ്പുരാനാന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ ജോലിയൊക്കെ അന്വേഷിച്ചു. ആരും ജോലി തരൂല. കാരണം ഒന്ന് ഇങ്ങനെ, പിന്നെ ഞങ്ങൾ ജോലിക്ക് അന്വേഷിച്ച് പോയിട്ട് തൊഴുതിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് അവർ തുടച്ച് ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരുന്നില്ല. പക്ഷെ തൊഴുത് ഞങ്ങളുടെ സ്ഥാപനം ചെറുതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരുപാട് അവസ്ഥയുണ്ട്. അപ്പൊ നിങ്ങൾ പലരും ചോദിക്കുന്ന കാര്യമുണ്ട്, ജോലി എന്തൊക്കെ ജോലിയുണ്ട് എന്ന്. ഒരുപാട് ജോലിക്ക് ഞാൻ അന്വേഷിച്ചു, ഒരു ജോലി എനിക്ക് തന്നിട്ടില്ല. മറ്റുള്ള ആളെ കാര്യം എനിക്കറിയില്ല. ഇതിനിടയ്ക്ക് 2012 ഞാൻ ഒരു ആൽബത്തിൽ അഭിനയിച്ചു. അതുപോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചു. പിന്നെ ഞാൻ ഈ ഡെയിലി ഷേവ് ചെയ്യുന്ന സംഭവമെല്ലാം മാറ്റി ഞാൻ 2018 താടി വെക്കാൻ തുടങ്ങി. താടി വെച്ചതിന് ശേഷം കുറച്ച് ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, ആൽബം, അതുപോലെ 4 പരസ്യം എല്ലാം കൂടിയിട്ട് 50 വർക്ക് ഞാൻ ചെയ്തു. അതിനുശേഷം ഒരു 4 സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട്. മുഖം കാണിക്കല്ല, വിത്ത് ഡയലോഗോട് കൂടിയുള്ള 2 റിലീസ് ആവാനുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇന്ന് നിത്യവൃത്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും മുണ്ടും ഷർട്ടും ഒക്കെ നല്ല ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. ഈ കാണുന്ന ഷർട്ട് എനിക്ക് നിജിൽ വാങ്ങി തന്നെയാണ്. അതെന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം എന്നെ കൂട്ടി പോകുന്നു, ചക്കരക്കല്ലിന് പോകുന്നു. അവിടുന്ന് പിന്നെ ഷർട്ടും മുണ്ടും പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ള എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തു. അപ്പോൾ ലാസ്റ്റ് തിരിച്ച് കൊണ്ടുവിടുന്ന സമയത്ത് ഇതെനിക്ക് തന്നെ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് നിത്യ വരുമാനം ഒന്നുമില്ല. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വീഡിയോ കണ്ടാലേ അറിയും. ഇന്ന് എൻ്റെ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 40 രൂപയായിരിക്കും, ഒരു ദിവസം 80 രൂപയായിരിക്കും. ചില ദിവസങ്ങളിൽ 200 രൂപ വരെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് അവസ്ഥ. എന്തായാലും യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നിട്ടില്ല എന്ന് അറിയില്ല. ഒരു 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് 8000, 8200 ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. അത് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. എന്തെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഞാൻ യൂട്യൂബിലിട്ട വീഡിയോ പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് സപ്പോർട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇരിട്ടി ഗ്രാമദീപം, അതുപോലെ ഇരിട്ടി വള്ളിത്തോട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിന്നെ അപ്രൂവൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജിദ്ദ പ്രവാസി മലയാളികൾ, പ്രവാസികൾ, അങ്ങനെ ഒരുപാട് സൗദി പ്രവാസികൾ, അങ്ങനെയുള്ള കുറെ ഗ്രൂപ്പുകൾ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 സിനിമയിലൊക്കെ അഭിനയിച്ചെന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നസെന്റ് ഏട്ടൻ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ആവനാഴി എന്ന സിനിമയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതായിരുന്നു ആ ഡയലോഗ്. വിഷ്ണു എന്നാണ് പേര്. ഇങ്ങനെ പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ട്. അതുപോലെയാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ നിത്യവൃത്തിക്ക് ഉള്ള ഒരു വരുമാനം വേണം. പിന്നെ ഒരുപാട് ഞാൻ ജോലി ചെയ്തു കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ജോലിയൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നെ കൊണ്ട് പറ്റുന്ന കാലം ഞാൻ 2015 രണ്ടാമതും വന്നിട്ട് ഞാനിവിടെ മുയൽ, ആട്, കോഴി, പട്ടി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ വളർത്തി ഒരു 3 വർഷം ഞാൻ കഷ്ടപ്പെട്ടതിന് കണക്കില്ല. കാരണം ഇവർക്കെല്ലാം പെട്ടെന്ന് അസുഖം വന്നിട്ട് മരിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ, അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല.
അത്രയധികം വിഷമങ്ങളും സഹിക്കുകയും എന്താ പറയണ്ട കണ്ണിൽ നിന്ന് ചോര വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. 100 കോഴീനെ ഇട്ട് 100 കോഴി വലിയൊരു 3/4 കോഴി ആയതിനു ശേഷം ഓരോ ദിവസവും അസുഖം വന്നിട്ട് 10 കോഴീനെ എടുത്തിട്ട് കുഴിച്ചിടുമ്പോൾ ഉണ്ടല്ലോ, കണ്ണെന്നും ഉള്ള ചോര മൊത്തം ഇങ്ങനെ ഒഴുകി വരും. അതേപോലെ തന്നെ ആട്, പട്ടി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് മരിച്ചു പോകുന്ന 40 കിലോ ഉള്ള ഒരു ആട്, അതിന്റെ പേര് അമ്മു എന്നാണ്. ആ ആടുണ്ടല്ലോ, അതൊരു ദിവസം ഇങ്ങനെ മരിക്കും. 2 കുട്ടികളെ പ്രസവിച്ചിട്ട് കുട്ടികളെ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെന്തോ ഒരു വല്ലായിക തോന്നി, അങ്ങനെ അതും മരിച്ച്. ആ സമയത്തെല്ലാം ഉള്ള എൻ്റെ ഒരു മൈൻഡ് എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അതേപോലെ തന്നെ ഈ കുട്ടികൾ, ആട്ടിന്റെ കുട്ടികൾ കുറേ മരിച്ചിട്ടുണ്ട്. അതുപോലെ മുയലൊക്കെ പ്രസവിച്ച് വലുതാകുന്നതിനനുസരിച്ചിട്ട് ഓരോന്നും മരിക്കുന്നു. പിന്നെ പൂച്ച, പട്ടി, നല്ല 1-2 പട്ടി ഇങ്ങനെ മരണപ്പെട്ടു. അതുപോലെ ഇപ്പൊ ലാസ്റ്റ് 2 മരിച്ചു പട്ടി. അതോടുകൂടി ഇപ്പൊ 2 ഉണ്ട്. ഇനി പട്ടീനെയോ കോഴീനെയോ ഒന്നും വളർത്തില്ല. ഒരുപാട് കിളികളും എല്ലാം മരിച്ചിട്ട് അങ്ങനത്തെ അവസ്ഥയായി. അതുപോലെ ഞാൻ പിന്നെ എൻ്റെ കസിൻ ബ്രദർ പറഞ്ഞു, നീ വെറുതെ ഇരിക്കുന്നില്ല, അതുകൊണ്ട് എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ടൈൽസിന്റെ പണിക്ക് 2 വർഷത്തോളം ടൈൽസിന്റെ വർക്ക് ചെയ്ത്, അപ്പോൾ 3-ാം നില 2-ാം നിലയിലൊക്കെ സിമെന്റ് ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങനെ കയറ്റിയിട്ട് കൊണ്ടുപോകുമ്പോൾ കാലിന് മുട്ടുവേദന, മുട്ടിന് നീര് വരുത്ത്. അതേപോലെ തന്നെ പിന്നെ അപ്പോഴാണ് എനിക്ക് ഹെർണിയ വന്നിട്ട് സർജറി ചെയ്തു. സർജറിക്ക് ശേഷം എന്നോട് പറഞ്ഞു വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഓരോ പണിക്ക് ഞാൻ പോയി അന്വേഷിച്ചു. ഒരാളും എനിക്ക് പണി തരാറില്ല. പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ഈ സ്നേഹം, എനിക്ക് ഗൾഫിലുള്ള ജോലി ഇല്ല എന്ന് അറിഞ്ഞതിനോടുകൂടി ആർക്കും എന്നോട് സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടാ മിണ്ടാതായി, മിണ്ടുന്നവർ അകന്നകന്ന് പോകുന്ന അങ്ങനത്തെ അവസ്ഥയായി. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഒരുപാട് ആൾക്കാരുണ്ട്, കലാകാരന്മാർ, നമ്മൾ അറിയപ്പെടാത്ത പോകുന്ന കലാകാരന്മാർ, അവരൊക്കെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത് കഴിയുമ്പോൾ ആ കുറച്ച് ദിവസം കൊണ്ടാണ് നമ്മളിവിടെ ഒരു അടുപ്പം, പിന്നെ അങ്ങനെയുള്ള അടുപ്പം ഉണ്ടാവില്ല. അങ്ങനെ കുറെ ടെൻഷനിലായി. അതിനുശേഷം ഞാൻ ഒന്ന് പറയാൻ മറന്നുപോയി. 1998 ഒരു മൊബൈൽ വാങ്ങി. അത് എനിക്ക് വേണ്ടിയിട്ടില്ല, അന്ന് കുറച്ച് വലുതാണ്, അതിന്റെ പേര് മറന്നുപോയി. സൗദിയിലുള്ള അൽഗസാൽ ഹോട്ടലിന്റെ അടുത്തുള്ളതിന് ജോബിന്നോ മറ്റോ ആ പയ്യന്റെ പേര്, അവന്റെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അതെന്റെ ഒരു അടുത്ത ബന്ധു പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയാണ്. എനിക്ക് മൊബൈൽ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 2008 എൻ്റെ ഒരു ഫ്രണ്ട് സുരേഷ് എന്ന് പറഞ്ഞ അവൻ എനിക്ക് കൊണ്ടുതരുന്നത്. അങ്ങനെയാണ് ഞാൻ 2008 മുതലാണ് ഞാൻ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം 2010 മുതൽ 2012 വരെ ഓരോരാളും ആവശ്യപ്പെട്ടിട്ട് ഞാൻ അവർക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 15 മൊബൈൽ ഞാൻ ഓരോരാൾക്കും കൂടിയിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്ത പറയലോ കണക്ക് പറയലോ ഒന്നുമല്ല. പക്ഷേ എനിക്ക് ഒരാവശ്യം വന്നപ്പോൾ ഇവരാരും, ഞാൻ കൊടുത്ത ആളും ഇല്ല, ഒരാളും ഇല്ല. അപ്പൊ എന്തായാലും പ്രവാസികളൊന്നും ഓർക്കുക, നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ കുറച്ച് നമ്മളെ പോക്കറ്റിലും ഉണ്ടാവണം. കൊടുക്കാതിരിക്കരുത്. ആയിരിക്കും ഒരുപാട് പണം വെച്ചിട്ട് കാര്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ പണം ആരും കൊണ്ടുപോകുന്നില്ല. പിന്നെ ഒരു ലോകമുണ്ട് എന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. അങ്ങനെ ഒരു ലോകവുമില്ല, അങ്ങനെ ഒരു ജീവിതവുമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ മറന്നുപോയത് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ പറയാം. പിന്നെ കാര്യമായ എന്തോ പറയാൻ മറന്നുപോയി. ഞാനെന്തായാലും ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, നല്ല മനസ്സിന് ഉടമയായ ദൈവദൂതൻ. ഇപ്പം എനിക്ക് വന്ന് ഞാൻ 5 സ്പോൺസർ കീഴിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യത്തേത് എൻ്റെ ഫ്രണ്ട്, അതും ദൈവദൂതനാണ്. 2ാമത് റസാഖും ഫാമിലി, അതും ദൈവദൂതനാണ്. 3ാമത് വേറെ ഒരാൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഷെരീഫ്, തിരുവനന്തപുരത്തുള്ള ഷെരീഫ്, മായൻകുട്ടി, അതും ദൈവദൂതനാണ്. 5ാമത്തെ ആളും ദൈവദൂതൻ തന്നെയാണ്. അപ്പോൾ ഇത് എനിക്ക് പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരണം. എന്തായാലും നമുക്ക് പൊട്ടിക്കാൻ പോകാം അല്ലെ. ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, വീഡിയോ എടുക്കാൻ ഒരാളെ വിളിച്ചിട്ട് വന്നില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് വേണം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊന്ന് പൊട്ടിക്കട്ടെ. ഇത് എത്രത്തോളം ഇങ്ങനെ എടുക്കുമ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പൊട്ടിക്കട്ടെ ആദ്യം. ഇത് എനിക്ക് അയച്ചെന്ന് അവന് ഒരുപാട് സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ. വലിയ ആളൊന്നുമല്ല, പ്രായമുള്ള ആളൊന്നുമല്ല, പയ്യനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരിക്കലും എൻ്റെ പേര് പറയരുത്, എനിക്ക് അതിൽ താല്പര്യമില്ല. ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റിയ അത് തന്നെയാണ് ഭാഗ്യം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് കമന്റിലൊക്കെ മൈക്ക് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് അങ്ങനെയാണ്
എനിക്കിത് തോന്നിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തന്നെയാണ്. അപ്പോൾ ആളുടെ പേരും വിലാസം ഒന്നും പറയാൻ പാടില്ല, വർക്ക് ചെയ്യുന്ന സ്ഥലവും പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പൊട്ടിക്കുക, ഇത് മൈക്കാണോ അല്ലയോ ഒന്നും കൂടി ഒന്ന് നോക്കണം. പുറം കാണുമ്പോൾ മൈക്കിന്റെ ആ ഒരു സെറ്റപ്പാണ്, ഉള്ളിൽ നോക്കട്ടെ എന്താണ്. വാവ്, ഇങ്ങനെ ഒരു പാക്കും കൂടിയുണ്ട്. ഏതാണ്ടപ്പോ മൈക്ക് തന്നെയാണെന്ന് മനസ്സിലായി അല്ലേ? അടിപൊളി. എന്തായാലും ഒരുപാട് അവന്റെ കുടുംബത്തിന് ഒരുപാട് നന്മകൾ നേരുന്നു. വാവ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനെ എങ്ങനെ പൊട്ടിക്കണ്ടെന്ന് നോക്കാം. കാരണം ഞാനിങ്ങനെ ഓൺലൈൻ പർച്ചേസ് ഒന്നും ചെയ്തിട്ട് ശീലമില്ല. ഇത് ഒരുപാട് പാഞ്ചാലിന്റെ സാരി അയക്കുമെന്ന് പറഞ്ഞാൽ മതി, കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇതിപ്പോ നമുക്ക് എന്തായാലും മനസ്സിലായല്ലേ, മൈക്കാണെന്ന് മനസ്സിലായല്ലേ? അടിപൊളി, അത്യാവശ്യം നല്ല വിലയുള്ളൊരു സാധനമാണ്. ഇതിനെങ്ങനെയാണ് വീണ്ടും സാരി അയക്കല്. ഓക്കെ, വാവ്, നല്ല അടിപൊളി ഒരു ബോക്സ്. ഈ ബോക്സ് കണ്ടാൽ തന്നെ ഒരുപാട് സന്തോഷം. ഇനി എങ്ങനെയാണ്? വാവ്, അടിപൊളി. എനിക്ക് ഇത് പൊട്ടിക്കുമ്പോൾ, ഇത് കയ്യിൽ വെക്കുമ്പോൾ കൈ വിറക്കുന്നുണ്ട, ഷെയ്ക്കാകുന്നുണ്ട. അടിപൊളി, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഇതാണ് മൈക്ക്. അതുപോലെ പിന്നെ 2 മൈക്കും, പിന്നെ ഇത് നമുക്കറിയാലോ, ഈ സ്പോഞ്ച് കാണുന്നത്, അതായത് മറ്റുള്ള ശബ്ദങ്ങൾ കയറി വരാതിരിക്കാനാണ് ഈ സ്പോഞ്ച്. പിന്നെ എന്താണാവോ, ഇത് ചാർജർ, പിന്നെ എക്സ്ട്രാ സംഭവവും കൂടിയുണ്ട്. അടിപൊളി. പിന്നെ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കണം. അത് എന്തായാലും ഈ വീഡിയോ എന്തായാലും എനിക്കിത് സമ്മാനിച്ച ആൾ കാണുന്നുണ്ടാവും, ഉറപ്പ് കാണും. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. എന്നും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല, മറ്റ് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാറ്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ കുറച്ച് ദിവസം കൊണ്ടേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്നും പ്രാർത്ഥനയുണ്ടാവും. ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മനസ്സുണ്ടാവട്ടെ. സാധാരണ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യാനുണ്ടാവും നമുക്ക്. അതുപോലെ തന്നെ ഞാനും, എനിക്കൊരു വരുമാനം വന്നാൽ ഞാനും ചെയ്യും. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ആ സ്പോൺസർ ചെയ്ത ആള് എൻ്റെ മുന്നിലുണ്ടെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുമായിരുന്നു. അത്രയധികം എനിക്ക് ഇഷ്ടമായ ഒരു സാധനം കൂടിയാണിത്. എന്ത് രസമായി ഇത് കാണാൻ. ഈ ബോക്സ് തന്നെ കാണുമ്പോൾ അതിൻ്റെ ഒരു റിച്ച്നെസ് എന്താണല്ലേ, ഭയങ്കര രസമാണ് ഈ കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തൊക്കെയോ മറന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ആദ്യം പോസ്റ്റ് ഇട്ടത് ഒരു ഇതുപോലെയുള്ള മൈക്ക്, അതുപോലെ തന്നെ പറ്റുന്ന ആള് ഒരു ഫോണ്, നല്ലൊരു ഫോണ് വാങ്ങി തരുവാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. അതേപോലെ തന്നെ ഇനിയിപ്പം വീഡിയോ കാണുന്ന കുറച്ച് പേരാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെറിയ എമൗണ്ട് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി പലതുള്ളി പെരുവെള്ളമായിട്ട് ഒരു നല്ലൊരു ഫോണ് വാങ്ങണം. പിന്നെ യൂട്യൂബ് വരുമാനം ഉണ്ടെങ്കിലും അങ്ങനെ വാങ്ങണം. അതേപോലെ ഈ പറഞ്ഞ പോലെ 80 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയെയും മറ്റ് കിടപ്പ് രോഗികളെയും എനിക്ക് സഹായിക്കാനുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് വേണ്ടത്. ഈ വീഡിയോ ഒരുപാട് ഓടിയാലേ എനിക്ക് വരുമാനം കിട്ടും. അതിൽ നിന്ന് മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. എന്തായാലും വേറെന്താ മറന്നുപോയേ. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും, ഈ മൈക്കും ഉപയോഗിച്ചിട്ട്. പിന്നെ അതുപോലെ കുസൃതി ചോദ്യമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതിന് എല്ലാവരെയും സപ്പോർട്ട് വേണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഓണം, വിഷു അല്ലെങ്കിൽ പെരുന്നാൾ ഇങ്ങനെയെല്ലാം വരുമ്പം ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ
നിങ്ങൾ കുസൃതി ചോദ്യത്തിന് ആ ഒരു പ്രൈസ് കൊടുക്കുന്നതായിട്ട് പരിപാടിയുണ്ട്. അപ്പൊ അതിന് സ്പോൺസർ വേണം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൽ ആദ്യം പോലെ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പം പറയാം 94 00 45 41 20. ഈ ഒരേ ഒരു നമ്പറേ ഉള്ളൂ. എനിക്ക് വാട്സപ്പ് ആയാലും കോളിംഗ് ആയാലും പിന്നെ ഗൂഗിൾ പേ ആയാലും എന്തായാലും ഇതെന്റെ കയ്യിൽ നിന്ന് താഴെ വെക്കാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതിലടുത്ത് ഞാൻ നേരത്തെ ഓർത്ത കാര്യം ഇതാണ്. ഈ വീട് നിങ്ങൾ വിചാരിക്കും ഇവിടെ കാറും കാര്യങ്ങളിലും ഉണ്ടല്ലോ എന്ന്. ഈ വീട് എൻ്റെതല്ല, എൻ്റെ പെങ്ങളുടേതാണ്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് മതിലിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ജിമ്പല് എനിക്ക് വാങ്ങിത്തന്നത് ഒരു 86 വയസ്സുള്ള ഒരു അമ്മാവനാണ്. അപ്പോൾ ആ അമ്മാവനും എന്നിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജിമ്പൽ എനിക്ക് വാങ്ങിത്തന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. എൻ്റെ വരുമാനം ഇതാണ്. യൂട്യൂബിൽ നിന്ന് ഒരു ദിവസം 40 രൂപ അല്ലെ 80 രൂപ അല്ലെ 200 രൂപ, അങ്ങനെ വളരെ കുറവായിട്ടാണ് 200 രൂപ വരുന്നത്. ഇപ്പം ഒരു 6 മാസം കൂടുമ്പോഴാണ് എനിക്കൊരു 8000 രൂപ കിട്ടുക. 8200 അങ്ങനെ സംതിങ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. യൂട്യൂബിൽ നിന്നായാലും ഫേസ്ബുക്കിൽ നിന്നായാലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോസിനൊന്ന് കമന്റ് ചെയ്ത്, ഇപ്പം ഞാനും എൻ്റെ അമ്മ, ഞാൻ, എൻ്റെ വൈഫ്, 2 ആൺമക്കൾ, ഇവരാണ് എൻ്റെ കുടുംബത്തിലുള്ളത്. മൂത്താള് +2 കഴിഞ്ഞിട്ട് പിന്നെ പഠിപ്പിക്കാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ട് പഠിപ്പിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ആള് +2 പഠിക്കും. ഞാൻ 2 ആൺകുട്ടികളാണ്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥയും സ്ഥിതിയും ഒക്കെ. പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടി ഞാൻ പ്രാർത്ഥിക്കാം. ഒരുപാട് ടൈമിപ്പായി, പക്ഷെ സന്തോഷം കൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും